From Kerala's spice-scented air to Sweden's winter wonderland that dare. ഹായ്, വെൽക്കം ടു നോർഡിക്. നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കണോ. ഞാൻ ഇന്ന് പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഒരു പേസ്ട്രി ഷീറ്റ് ആക്ച്വലി ഫ്രിഡ്ജിൽ മോക്ഷം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബേക്ക്ഡ് സമോസ റോൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: സവാള, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, പിന്നെ പച്ചമുളക്, മല്ലിയില, കുറച്ച് പൊട്ടറ്റോ നന്നായി ബോയിൽ ചെയ്ത് നന്നായി മാഷ് ചെയ്തെടുത്തത്. പേസ്റ്റ് പോലെ മാഷ് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്ത ഒരു പൊട്ടറ്റോ. അത് നമ്മുടെ ആവശ്യത്തിന് ചെയ്യാം. പിന്നെ മസാല ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് പെരിഞ്ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുറച്ച് ചന മസാല, ഇത്രയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ പൊട്ടാറ്റോ ബോയിൽ ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഇനി ബാക്കിയുള്ള സാധനങ്ങളിലേക്ക് മാത്രം ഉപ്പിട്ടാൽ മതി. ഓയിലിൽ ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റി എന്താ പറയുക, നമ്മൾക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് പെരിഞ്ജീരകം ആദ്യം തന്നെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലോട്ട് സവാള അരിഞ്ഞത് നന്നായി വഴറ്റുക. അതിലോട്ട് പച്ചമുളക്, ക്യാരറ്റ്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫ്രോസൺ പീസ് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഓവറായിട്ട് വേകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇനി ഇത് ഓവനിൽ വെച്ച് വീണ്ടും ബേക്ക് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലാസ്, മഞ്ഞൾപ്പൊടി, ചന മസാല ആൻഡ് മുളക് പൊടി കുറച്ചിടുക. ഇത് നമുക്ക് വ്യത്യാസപ്പെടുത്താം കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ഇത് നന്നായി മൂത്ത ശേഷം നമ്മൾ ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആഡ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. അവസാനം മല്ലിയില ചേർത്തിട്ട് നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കുക. അപ്പം ഞാൻ ഇതാണ് പറഞ്ഞ പേസ്ട്രി ഷീറ്റ്. നമ്മുടെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പേസ്ട്രി ഷീറ്റ് നമുക്ക് ഇപ്പം നാട്ടിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെയും സ്വീഡനിലും എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇത് ഓൾറെഡി ബട്ടറും ഉപ്പും മൈദയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന പേസ്ട്രി ഷീറ്റ്സ് ആണ്. സോ നമുക്ക് ആഡ് ഓൺ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാനപ്പോൾ ഓൾറെഡി ഇവിടെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചൂടാറിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഫില്ലിങ്ങിന്. ഞാൻ ചൂടോടുക്കനെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ പറയുക, ഒരു തിൻ ലെയർ ആയിട്ട് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. ഒരുപാട് ബൾക്കി ആയിട്ട് ഫിൽ ചെയ്യണ്ടെന്ന്. ഇത് ഞാൻ ഈവൺ ആയിട്ട് ഓൾറെഡി ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫില്ലിങ് എന്ത് വേണോ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റവും ഇതൊക്കെ ചെയ്യാം കേട്ടോ. പനീർ ആഡ് ചെയ്യാം, ചിക്കൻ ആഡ് ചെയ്യാം, അങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ സ്പൈസ് ലെവലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ അങ്ങ് നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. ഓക്കെ, നമുക്ക് റോൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് ഉള്ളിലേക്കൊന്ന് ബൈൻഡ് ചെയ്ത് ചുമ്മാ കൊടുക്കാവേ. കാരണം ഈ രണ്ട് സൈഡിൽ നമ്മൾ കുറച്ചൊരു മാർജിൻ പോലെ ഗ്യാപ്പ് ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വേസ്റ്റേജ് കുറയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനാ വെറുതെ കളയണേ? അല്ലെങ്കിൽ ഭംഗിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തും കളയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഇതാ ഞാൻ ഓരോ വീൽസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ. വീലോ റൗണ്ടോ റോളോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഞാനിതിപ്പോൾ ചൂടോടൊക്കെ ഫിൽ ചെയ്ത കൊണ്ടാണ് ഇതാ ഇങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ട് വന്നത്.
നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തേ. എന്നിട്ട് ഇതാ നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ഒരു എന്താ പറയുക ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ എടുത്ത് വയ്ക്കുവാണേ. നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല. ഇതാ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുവാണേ. ഇതിനിടയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓവൻ ഒരു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി ഇത് ഈ നമ്മളുടെ ഇപ്പോൾ ഈ അറേഞ്ച് ചെയ്ത് വെച്ച സംഭവം ഞാൻ ഓവനിലോട്ട് എടുത്തു വെക്കും. ഓവനിലോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്ത് എടുക്കാൻ പോവാണ്. ഞാൻ അപ്പോൾ ടെമ്പറേച്ചർ അത് 180 ആയിട്ട് ഒന്ന് റെഡ്യൂസ് ചെയ്യും. പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ 200 ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ആ ബേക്കിംഗ് ടൈമിൽ ഞാൻ 180 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് 45 മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കാണാവേ. നല്ലൊരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.